പ്രൈസ് ദി ലോർഡ്. കർത്താവിൻ്റെ ധന്യ തിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഞാൻ ക്രിസ്തുവിൽ സ്നേഹിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും മൂന്നാം മാസത്തിൻ്റെ രണ്ടാമത്തെ പ്രഭാത വന്ദനം കൂടെ അറിയിക്കുന്നു. കർത്താവിൻ്റെ ദാസിദാസന്മാരെ ലോകമെമ്പാടുമായിരുന്നു കൊണ്ട് ഈ പ്രഭാതവും ഈ വചന സന്ദേശം ശ്രവിക്കുന്ന എല്ലാ ദൈവകുഞ്ഞുങ്ങൾക്കും എൻ്റെ ഹൃദയത്തിൻ്റെ ആഴമേറിയ സ്നേഹത്തെയും വന്ദനത്തെയും നന്ദിയും ഒപ്പം പ്രാർത്ഥനയും അറിയിക്കുന്നു. പ്രാർത്ഥനയോടുകൂടെ ഈ പ്രഭാതവും വചന സന്ദേശത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. 120 സങ്കീർത്തനക്കാരൻ പാടുന്നു, ഞാൻ സമാധാനപ്രിയനാകുന്നു, ഞാൻ സംസാരിക്കുമ്പോഴേ അവർ കലശൽ തുടങ്ങുന്നു. സമാധാനമില്ലാത്ത ലോകത്തിലാണ് നാം ഇന്ന് ജീവിക്കുന്നത്. ലോകത്തിൽ ഉണ്ടായിട്ടുള്ളതും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നതുമായ സകല പ്രശ്നങ്ങളുടെയും യഥാർത്ഥ കാരണം സമാധാനമില്ലായ്മയാണ്. പരസ്പരം രമ്യതയിൽ ജീവിക്കുവാൻ കഴിയുന്നിടത്താണ് സമാധാനം പുലരുന്നത്. എന്നാൽ പലപ്പോഴും സാഹചര്യങ്ങൾ നമ്മെ സമാധാനമായി ജീവിക്കുവാൻ അനുവദിക്കുന്നില്ല. ജീവിതത്തിൽ പ്രശ്നങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട് സമാധാന ദോഷികൾ നിരന്തരം ഉപദ്രവിക്കുന്നതായി ഇവിടെ സങ്കീർത്തനക്കാരൻ പാടുന്നു. സമാധാനം ലഭിക്കുന്നതിനായി തനിക്ക് ഓടി ഒളിക്കുവാനോ ചെന്ന് പാർക്കുവാനോ ഒരിടവുമില്ല എന്ന് താൻ തിരിച്ചറിഞ്ഞു. സമാധാനത്തിനുള്ള ഒരു വഴിയും തൻ്റെ മുമ്പിൽ തെളിഞ്ഞു കാണാതിരുന്നപ്പോൾ താൻ ദൈവത്തോട് നിലവിളിക്കുകയും ദൈവം തനിക്ക് അതിനുള്ള മറുപടി കൊടുക്കുകയും ചെയ്തു. എൻ്റെ കഷ്ടതയിൽ ഞാൻ യഹോവയോട് നിലവിളിച്ചു, അവൻ എനിക്ക് ഉത്തരമരുളി എന്നാണ് പ്രാരംഭം മുതൽ താൻ ഈ സങ്കീർത്തനത്തിൽ പാടുന്നത്. ദൈവത്തിൽ നിന്നും അകന്നത് നിമിത്തമാണ് മനുഷ്യൻ സമാധാനം നഷ്ടപ്പെട്ടത്. ആ ബന്ധത്തിൽ തിരികെ പ്രവേശിക്കുമ്പോൾ മാത്രമേ നഷ്ടമായ സമാധാനം മടക്കി പ്രാപിക്കുവാൻ സാധിക്കുകയുള്ളൂ. ആത്മീയ സമാധാനം നഷ്ടമാകുമ്പോൾ ആന്തരിക സമാധാനവും നഷ്ടമാകും. കൂടാതെ ഒരുവനെ അലട്ടുന്ന ഭാവിയെക്കുറിച്ചുള്ള ആകുല ചിന്തകൾ തനിക്ക് ദോഷമായി തീരുമെന്ന് ചിന്തിക്കുന്ന നിരവധി വിഷയങ്ങൾ എന്നിവ നിമിത്തമുള്ള സമാധാനവും കൂടെ നഷ്ടമാകും. അല്ലെങ്കിൽ ജീവിതത്തിൽ നേരിട്ട നഷ്ടങ്ങളും പരാജയങ്ങളും നിമിത്തമോ ശരീരത്തിൽ അനുഭവിക്കുന്ന രോഗങ്ങൾ നിമിത്തമോ ഭാവിയിൽ തന്നെ സഹായിക്കാൻ ആരും ഉണ്ടാവുകയില്ല എന്ന ചിന്തയോ നാളെ എങ്ങനെ ജീവിക്കുമെന്നുള്ള ആശങ്കകൾ നിമിത്തവും ഒരുവന് സമാധാനം നഷ്ടമാകാം. ഇതിനുള്ള പരിഹാരം ദൈവത്തിൽ ആശ്രയിക്കുകയും ദൈവവചനത്തിൽ വിശ്വസിക്കുകയും ചെയ്യുക എന്നുള്ളതാണ്. മറ്റുള്ള വ്യക്തികളുമായി യോജിച്ചു പോകുവാൻ കഴിയാത്ത സാഹചര്യങ്ങൾ ഉണ്ടാകുമ്പോൾ, മറ്റുള്ളവർ വൈരാഗ്യത്തോടും പുച്ഛത്തോടും ഇടപെടുമ്പോൾ, ദൈവഭയമില്ലാത്ത ശത്രുക്കളുടെ നടുവിൽ അകപ്പെടുമ്പോൾ, രാജ്യനിയമങ്ങൾ കഠിനമാകുമ്പോൾ തുടങ്ങി നിരവധി കാരണങ്ങളാൽ ഒരുവൻ്റെ സമാധാനം നഷ്ടമാകും. കഴിഞ്ഞ ദിവസങ്ങളായി അനേകരുടെ സമാധാനം നഷ്ടമായി കൊണ്ടിരിക്കുന്ന ഈ ലോകത്ത് യുദ്ധവും എത്രയോ പ്രിയപ്പെട്ടവരുടെ വേർപാട്, മക്കളെ നഷ്ടപ്പെട്ട മാതാപിതാക്കളെ നഷ്ടപ്പെട്ട മക്കൾ, സഹോദരങ്ങളെ നഷ്ടപ്പെട്ട സഹോദരങ്ങൾ, അങ്ങനെ എത്രയെത്ര അനുഭവങ്ങളിൽ കൂടെയാണ് നാം ദിനംതോറും മാധ്യമങ്ങളിൽ കൂടെ നാം കേട്ടുകൊണ്ടിരിക്കുന്നു. തലമുറകൾ നഷ്ടപ്പെട്ടവർ, അവരെ ഓർത്ത് ദിനംതോറും കരഞ്ഞ് സമാധാനം അവർക്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെയുള്ള സാഹചര്യങ്ങൾ നമുക്ക് ആശ്രയിക്കുവാൻ ദൈവമല്ലാതെ മറ്റൊരിടവുമില്ല. ഇങ്ങനെ നാം ദൈവത്തിൽ ആശ്രയിക്കുമ്പോൾ സമാധാനപ്രിയനായ ദൈവം നമ്മെ സമാധാനത്തിൽ നടത്തുകയും ആശ്വാസം തരികയും ചെയ്യും. സമാധാനമായി ജീവിക്കുവാനുള്ള എല്ലാ സാഹചര്യവും ഒരുക്കിയിട്ടാണ് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത്. എന്നാൽ പാപഫലമായി മനുഷ്യൻ്റെ അവൻ്റെ സമാധാനം നഷ്ടമായി. പാപിയായി തീർന്ന മനുഷ്യൻ്റെ അടിയന്തര ആവശ്യം തൻ്റെ പാപത്തിന് പരിഹാരം കണ്ടെത്തി ദൈവത്തോട് നിരപ്പ് അഥവാ സമാധാനം പ്രാപിക്കുക എന്നുള്ളതാണ്. എന്നാൽ അത് മനുഷ്യൻ്റെ ഭാഗത്തു നിന്നും സാധ്യമാകുകയില്ല എന്ന് ദൈവം തന്നെ അത് തിരിച്ചറിഞ്ഞ് ദൈവം തന്നെ അതിന് മാർഗം ഒരുക്കുകയും ചെയ്തു. യേശുക്രിസ്തുവിൻ്റെ കാൽവരി മരണം ഈ ശത്രുതയ്ക്ക് നിത്യമായ പരിഹാരം വരുത്തുകയും ലോകത്തെയും ദൈവത്തോട് നിരപ്പിക്കുകയും ചെയ്തു. നാം രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞാലും ജഡത്തിൻ്റെ പല സ്വഭാവങ്ങളും
നമ്മെ വിട്ടുപിരിയുകയില്ല. ആകയാൽ ചിലതെല്ലാം നാം ഉപേക്ഷിക്കുകയും ചിലതെല്ലാം നാം സ്വയം പ്രാപിക്കുകയും ചെയ്യണം. എങ്കിൽ മാത്രമേ ആന്തരികവും ബാഹ്യവുമായ സമാധാനം നമുക്ക് ലഭിക്കുകയുള്ളൂ. ദൈവത്തിൻ്റെ വചനം പ്രമാണിക്കുന്നവർക്ക് മഹാസമാധാനം ദൈവം നൽകും. ആമേൻ. ദൈവത്തോട് സമാധാനം പ്രാപിക്കാത്ത ആർക്കും നിലനിൽക്കുന്ന സമാധാനം ഉണ്ടാകുകയില്ല. ഇങ്ങനെയുള്ളവർക്ക് മറ്റുള്ളവർ സമാധാനത്തോടെ ജീവിക്കുന്നത് കാണുവാനുള്ള ക്ഷമയുമില്ല. സമാധാനം മൊത്തമായും ചില്ലറയായും വിൽക്കുന്ന വലിയ പ്രവാചകന്മാരും ദർശന വീരന്മാരും ഇന്ന് ആത്മീയ മണ്ഡലത്തിൽ അരങ്ങ് തകർക്കുന്നുണ്ട്. വ്യക്തികളുടെ തെറ്റുകളെ വചന വെളിച്ചത്തിൽ വെളിപ്പെടുത്താതെ ശുഭകരമായ ഭാവി മാത്രം പറഞ്ഞു നടക്കുന്ന ഈ കൂട്ടരുടെ വഞ്ചനയിലാകെ അനേകർ കുടുങ്ങി അവിടെ ഉള്ള സമാധാനവും കൂടെ നഷ്ടമായി കൊണ്ടിരിക്കുന്നു. ലോകത്തിൽ നാം മാത്രം സമാധാനം അനുഭവിച്ചാൽ മതിയെന്ന ചിന്ത ശരിയല്ല. സമാധാനമില്ലാതെ ജനകോടികൾ നശിച്ചു കൊണ്ടിരിക്കുമ്പോൾ സമാധാനത്തിനായി സമാധാന മാർഗം മറ്റുള്ളവരോട് പങ്കിടുവാനും അവരെയും ഈ സമാധാന പാതയിൽ എത്തിക്കുകയും ചെയ്യേണ്ടതിന് നമ്മുടെ മേൽ ചുമതലയുണ്ട്. നമ്മൾ ഓരോരുത്തരും ദൈവം അത് ഭരമേൽപ്പിച്ചിരിക്കുന്നു. നാം മറ്റുള്ളവരുടെ സമാധാനത്തിനായി പ്രാർത്ഥിക്കുന്നവർ ആയിരിക്കണം. അങ്ങനെയുള്ളവർക്ക് സമാധാനത്തോടെ കിടന്നുറങ്ങുവാൻ കഴിയും. ആകയാൽ ആത്മാവിൻ്റെ ഫലമായ സമാധാനം നമ്മെ ഈ പ്രഭാതം സ്തോത്രം സമാധാനം നമ്മളിൽ നിറയുവാൻ, സമാധാനത്തിൻ്റെ ഫലം കായ്ക്കുവാൻ നമ്മെ ദൈവകരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുക്കാം. എന്നാൽ ലോകം തരാത്ത സമാധാനം, അയൽ രാജ്യങ്ങൾ തരാത്ത സമാധാനം, തലമുറകൾ തരാത്ത സമാധാനം, മാതാപിതാക്കൾ തരാത്ത സമാധാനം, സ്നേഹിതർ തരാത്ത സമാധാനം നമ്മുടെ ദൈവം നമുക്കായി ഒരുക്കി വെച്ചിട്ടുണ്ട്. ആകയാൽ ദൈവസനിൽ നമ്മുടെ കുറവുകളെ ഏറ്റുപറഞ്ഞ് പാപജീവിതത്തെ വെടിഞ്ഞ് മാനസാന്തരത്തോടുകൂടെ മടങ്ങി വന്നാൽ നമുക്ക് സമാധാനമുണ്ടാകും. അപ്പൻ്റെ ഭവനത്തിൽ മടങ്ങി വന്ന മകന് പിന്നെ സമാധാനമുണ്ടായി. അവൻ സ്വബോധവും അവന് സമാധാനവും ഉണ്ടായപ്പോൾ അപ്പനെ സ്നേഹിച്ചുകൊണ്ട് അവൻ സന്തോഷത്തോടുകൂടെ ആ ഭവനത്തിൽ പാർക്കുവാനിടയായി. പാപത്തിൽ അവൻ ആശ്രയിക്കുമ്പോഴാണ് നമ്മുടെ സമാധാനം നഷ്ടമാകുന്നത്. ഈ പ്രഭാതം പാപത്തെ വിട്ട്, ശാപത്തെ വിട്ട്, ലോകത്തെ വിട്ട് ദൈവത്തിൽ ആശ്രയിക്കാം. ദൈവം നമുക്ക് സമാധാനം നൽകുവാനിടയാകും. നമ്മുടെ കണ്ണുകളെ ദിവസം അടയ്ക്കാമോ? ഒരു നിമിഷം പ്രാർത്ഥിക്കാം. പരിശുദ്ധ പിതാവേ, സ്നേഹവാനായ ഞങ്ങളുടെ നല്ല ദൈവമേ, ലോകമെമ്പാടും യുദ്ധഭീഷണിയിൽ കർത്താവേ ഭയത്തോടെ ഭാരത്തോടെ സമാധാനമില്ലാതെ ആയിരിക്കുന്ന അനേക കുടുംബങ്ങൾ, അനേക വ്യക്തികൾ, അനേക രാജ്യങ്ങൾ, അനേക ദേശം കർത്താവേ ഇന്ന് പ്രഭാതം സമാധാനത്തോടുകൂടെ പാർക്കുവാൻ പരിശുദ്ധാത്മാവ് സഹായിക്കുന്നു. ആമേൻ. സങ്കീർത്തനക്കാരൻ പാടുന്ന പോലെ ഞാൻ സമാധാനപ്രിയനാകുന്നു. ഞാൻ സംസാരിക്കുമ്പോഴേ അവർ കലശൽ തുടങ്ങും. കർത്താവേ, കലശൽ തുടങ്ങുന്ന സമയം ഞങ്ങൾ സമാധാനപ്രിയരായിരുന്നു. ദൈവമുഖത്തേക്ക് നോക്കി കർത്താവെ പ്രാർത്ഥനയോടുകൂടെ ആയിരിക്കാൻ പരിശുദ്ധാത്മാവ് സഹായിക്കും. എല്ലാവിധമായ നന്മകളും അനുഗ്രഹങ്ങളും പകരണം, മഹത്വം പങ്കെടുക്കണം. യേശുവിൻ്റെ നാമത്തിൽ കൃപയോടെ പ്രാർത്ഥന കേൾക്കണമേ സ്വർഗീയ നല്ല പിതാവേ. ആമേൻ, ആമേൻ. താങ്ക് യു. ഗോഡ് ബ്ലെസ് യു. ദൈവം എല്ലാവരും ഈ പ്രഭാതം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. താങ്ക് യു.